ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡും ഡെസ്റ്റിനേഷൻ തേടിയിട്ടുള്ള യാത്രയല്ല. അപ്പോൾ നമ്മളൊരു കൗതുക കാഴ്ചയിലാണ് പോകുന്നത് കേട്ടോ. നമ്മളൊരു ലീഫ് ആർട്ടിസ്റ്റിനെ തേടിയിട്ടുള്ള യാത്രയിലാണ്. ലീഫ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ കിഴിശ്ശേരി എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ കിഴിശ്ശേരി എന്ന സ്ഥലത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടം നേടിയിട്ടുള്ള ഒരു മിടുക്കി കലാകാരിയുണ്ട്. റുഹ്സാന എന്നാണ് പേര്. റുഹ്സാന ചിത്രം വരെയാണ് പുള്ളിയുടെ പരിപാടി. ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് വേണം, പിന്നെ ചില ആൾക്കാർ ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. എന്താണ്? ലീഫിലാണ്, ഇലകളിലാണ് ചെയ്യുന്നത്. മെയിൻലി പ്ലാവിൻ്റെ ഇലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാവിൻ്റെ ഇലയിൽ ഒരു ദിവസം കൊണ്ട് 22 ചിത്രങ്ങൾ തീർത്തിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള റുഹ്സാനേൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ റുഹ്സാനേൻ്റെ വിശേഷങ്ങൾ നമുക്ക് പോയി വരാം. ഞാൻ മനോജ് കുമാർ. ഇവിടെ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. പ്ലാവിലയിൽ വിസ്മയം തീർത്ത റഹ്സാനയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റഹ്സാനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം റഹ്സാനയുടെ വിശേഷങ്ങളൊക്കെ അല്ലേ. ഹായ്, ഞാൻ റഹ്സാന. ഞാൻ തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. കൊണ്ടോട്ടി EMA കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലീഫ് ആർട്ട്, സ്റ്റെൻസിൽ ആർട്ട്, ബോട്ടിൽ ആർട്ട്, അങ്ങനെ പല ആർട്ട് വർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അത് സ്റ്റെൻസിൽ ലീഫിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് സ്റ്റെൻസിൽ ആർട്ട്. ഞാൻ ഇതാദ്യം ഫോണിൽ ഫോട്ടോ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറ്റും. എന്നിട്ട് അത് ഇലയിലേക്ക് വരച്ചെടുക്കും. അതിലുള്ള ബ്ലാക്ക് ഭാഗം നിലനിർത്തിയിട്ട് വൈറ്റ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റഹ്സാനയുടെ ലീഫ് ആർട്ടിൻ്റെ പരിപാടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. എത്ര ടൈം എടുക്കും, ഏകദേശം ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. എന്താണെന്ന് റഹ്സാനയോട് നേരിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് റഹ്സാന അത് എത്ര സമയം എടുക്കും ഒരു ചിത്രം വരച്ച് അയാളത് ഒരു ലീഫിൽ ചെയ്ത് വരാൻ? അങ്ങനെ വരച്ചെടുക്കാനാണ് ടൈം. അത് 1 മണിക്കൂറിൻ്റെ ഇടയിൽ വരച്ച് തീർക്കും. പിന്നെ അത് കട്ട് ചെയ്യാൻ വലിയ ടൈം ഉണ്ടാകും. അത് 1/4 മണിക്കൂർ മതി. പ്ലാവിനെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? പ്ലാവിലെയാണ് കട്ടി കൂടുതലുള്ള അത് കട്ടില്ലാഞ്ഞാൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ആലില യൂസ് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള അത് രണ്ടുമാണ് ഇതിന് പറ്റിയല്ല. ലീഫാട്ടിൽ പൊതുവെ ചെയ്യും. അതെ. റഹ്സാന എന്ന കലാകാരിയെ തേടി ഒരു വലിയ റെക്കോർഡ് തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കലാകാരിയാണ് റഹ്സാന. ഒരു ദിവസം കൊണ്ട് 22 പ്രമുഖ വനിതകളുടെ ചിത്രങ്ങൾ ഇതേപോലെ പ്ലാവിലയിൽ കൊത്തിയെടുത്തതിന് ശേഷം അതിനുള്ളൊരു റെക്കോർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം ആരൊക്കെ ചെയ്തതെന്നുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റുഹ്സാനയുടെ പേര് ചേർത്ത 22 ചിത്രങ്ങളാണ് ഇത്. നമുക്കിത് ഓരോന്നും പരിചയപ്പെടാം. പ്രതിഭ പാട്ടീൽ, നമ്മുടെ മിത്താലി രാജ്, മേരി കോം, മദർ തെരേസ, സാനിയ മിർസ, ദുർഗ ബാനർജി, കിരൺ ബേദി, റീത്ത ഫാരിയ പവൽ, അഞ്ജലി ഗുപ്ത, ഇന്ദിര ഗാന്ധി, बचेंद्री पाल, रोशनी शर्मा, सैना नेवाल, सरला ताकराल, हरिदा कौर डियोल, आनंदीबाई गोपाल राव जोशी, प्रिया चिंगार, शिला दौरे,
അരുണിമ സിൻഹ, ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, ആരതി സാഹ, കൽപ്പന ചൗള. 22 വനിതകളെ ഇയാളുടെ ഒരു മത്സരത്തിന് വേണ്ടി സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വന്നത് ഈ ഫസ്റ്റായിട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും കിട്ടിയ വുമൻസ് എന്നുള്ള ടോപ്പിക് എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നത്. അതെ, ആദ്യം തന്നെ ആരുടെ ചിത്രമാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്? ആദ്യം എനിക്ക് മനസ്സിൽ വന്നത് കൽപ്പന ചൗള, ഇന്ദിരാഗാന്ധി ഓരെയാണ് മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് ടോട്ടൽ എത്ര ആളുണ്ടെന്ന് ഞാൻ നോക്കി, ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഈ 22 ആൾക്കാരായാലും മെയിനായിട്ട് കാണിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ എന്താ അടിസ്ഥാനത്തിലാണ് അവർ ഫസ്റ്റായിട്ട് എന്തെങ്കിലും കിട്ടിയ വുമൻസ്, അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ വുമൻസ് അങ്ങനെ ഒരു ടൈറ്റിൽ 22 പേര് അങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്ത ഇലകളൊക്കെ ഇങ്ങനെ അപ്പാടിട്ടൊക്കെ ഇടുന്നു പോകല്ലോ, അപ്പൊ നമ്മളത് എന്താ പ്രിസർവ് ചെയ്യാനുള്ള എന്താ മെത്തേഡാണുള്ളത്? അത് വാർണിഷ് അടിച്ച് വെച്ചിട്ട് ഫ്രെയിം ചെയ്താൽ മതി. ഫ്രെയിം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അതാ ഞാൻ ചെയ്ത 2 വർക്കാണിത്. ഇത് ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓർഡർ പുറത്തേക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓർഡറാണ്. റസാനത് വെറും കുട്ടിക്കളിയായിട്ട് ഇത് വരച്ച് തുടങ്ങിയതെന്നല്ല. നമ്മൾ പലരും ലോക്ക്ഡൗൺ സമയത്ത് കുറെ വരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ റസാനയുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ റസാനയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ വിവരങ്ങൾ എന്താണെന്ന് റസാന പറയുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് റഹ്സാനാസ് ആർട്ടിസ്ട്രി എന്നാണ്. അതുപോലെ എൻ്റെ ഇൻസ്റ്റ റഹ്സു ആർട്ടിസ്ട്രി എന്നാണ്. എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓർഡർ ആണെങ്കിൽ എന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇവിടെ വരെ വന്നിട്ട് റസാനക്കൊട്ട് നമ്മൾ എന്തെങ്കിലും പണിയെടുപ്പിക്കണ്ട, ഇപ്പൊ ഒന്ന് കാണണ്ടേ അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങളുടെ ലോഗോ തന്നെ റസാനെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ റസാന ആ ചിത്രം ഇതാ ഇവിടെ പ്ലാവിലയിൽ വരച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. റുഹ്സാനയെ തേടിയെത്തിയ അനുമോദനങ്ങളും അംഗീകാരങ്ങളുമാണ് ഇത്. അപ്പോൾ റസാന നമുക്ക് ഇതിൽ ചെയ്ത് ലീഫ് ആർട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഞങ്ങളുടെ എംബ്ലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു റസാന, താങ്ക് യു വെരി മച്ച്. അനുമോദനങ്ങളും അംഗീകാരങ്ങളും ഇനിയും റഹ്സാനയെ തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.